ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് മൈഗ്രെയിൻ. മൈഗ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൈഗ്രെയിൻ പെയിൻ അനുഭവിക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. മൈഗ്രെയിൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 4 ദിവസം വരെ നീണ്ടിട്ടായിരിക്കും മൈഗ്രെയിൻ്റെ പെയിൻ മാറുക. ചില ആൾക്കാർ ഇത് ഛർദിയായിട്ടും അതുപോലെ വയർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ആയിട്ട് മൈഗ്രെയിൻ്റെ കൂടെ പല ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട്. ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നത് കൂടുതലും സ്ത്രീകൾക്കാണ് കാണുന്നത്. എന്ന് വെച്ച് പുരുഷന്മാർക്ക് കാണുന്നില്ല എന്നല്ല, കൂടുതലായിട്ട് സ്ത്രീകൾക്കാണ് കാണുക. കാരണം ഈ മൈഗ്രെയിൻ കുറച്ചൊക്കെ ഹോർമോൺസ് ആയിട്ട് റിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കാണ് കൂടുതലായിട്ട് കാണുന്നത്. മൈഗ്രെയിൻ തുടങ്ങുന്ന ഒരു ഏജ് എന്ന് പറയുന്നത് ഒരു 12-13 വയസ്സ് മുതൽ തുടങ്ങിയിട്ട് ഒരു 45-50 വയസ്സ് വരെ. അതായത് ഒരു സ്ത്രീ പീരീഡ്സ് ആവുന്ന ടൈം മുതൽ പീരീഡ്സ് നിൽക്കുന്ന ടൈം വരെയാണ് കൂടുതലായിട്ട് ഈ പെയിൻ കാണുക. അതിനുശേഷം ഒരു 50 വയസ്സിന് ശേഷം പെയിൻ ഗ്രാജുവലി കുറഞ്ഞു വരുന്നുണ്ട്. പുരുഷന്മാർക്ക് കാണുന്നില്ല എന്നല്ല, പുരുഷന്മാർക്കും കാണുന്നുണ്ട്. പക്ഷെ സ്ത്രീകൾക്ക് ഈ പീരീഡ്സിന്റെ സമയത്തെല്ലാം ഈ മൈഗ്രെയിൻ കാണാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഈ മൈഗ്രെയിൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പെയിൻ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഭയങ്കര ശക്തിയായ പെയിൻ ആയിരിക്കും. അതുപോലെ ഈ പെയിൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 3 ദിവസം 4 ദിവസം വരെ പെയിൻ നിൽക്കും. ഇതിന്റെ ഇടയിൽ ചിലപ്പോൾ എത്ര പെയിൻ കില്ലർ കഴിച്ചാലും പെയിൻ കുറയില്ല. ആ പെയിൻ അത്രയ്ക്കും സ്ട്രോങ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് നിൽക്കും. അതുപോലെ ഒന്നാണ് മൈഗ്രെയിൻ വരാനുള്ള കാരണങ്ങൾ. പല കാരണങ്ങൾ കൊണ്ട് മൈഗ്രെയിൻ വരാം. ചിലപ്പോൾ നമ്മൾക്ക് ഒരു ദിവസത്തെ നമ്മുടെ റൂട്ടീൻ, നമ്മൾ റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യുന്ന ആ റൂട്ടീൻ മാറിക്കഴിഞ്ഞാൽ പോലും മൈഗ്രെയിൻ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ദിവസം ലോങ് ആയിട്ട് എവിടെയെങ്കിലും ഒരു ഡ്രൈവ് ചെയ്തു പോയി. അപ്പോൾ അന്നത്തെ ദിവസത്തെ നമ്മുടെ മൊത്തം റൂട്ടീൻ മാറി. നമ്മൾ ഫുഡ് കറക്റ്റ് കഴിച്ചില്ല, അല്ലെങ്കിൽ നമ്മൾ ഉറക്കം ശരിയായില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മൈഗ്രെയിൻ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് മൈഗ്രെയിൻ വരാനുള്ള കുറേ കാരണങ്ങളിൽ ഒന്നാണ് നമ്മൾ വയറ് കാലിയാക്കിയിട്ട് കഴിഞ്ഞാൽ, അതുപോലെ നമ്മൾക്ക് ഓവർ സ്ട്രെസ് ഉണ്ടെങ്കിൽ, ഐസ് ഓവറായിട്ട് നമ്മൾ കണ്ണുകൾ ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ഉറക്കം ശരിയല്ലെങ്കിൽ, നമ്മൾ കൂടുതലായിട്ട് ഉറങ്ങുകയാണെങ്കിൽ, വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് നമ്മൾ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ, നമ്മൾ മുടി ടൈറ്റായി കെട്ടിക്കഴിഞ്ഞാൽ, അതുപോലെ ചില പെർഫ്യൂംസ്, മുല്ലപ്പൂവിൻ്റെ സ്മെല്ലിൽ, ചില ഫുഡുകൾ, പലർക്കും പല ഫുഡായിരിക്കും അലർജി ആയിട്ട് വരിക. ചില ആൾക്കാർക്ക് കേക്ക്, കോഫി, ചീസ് അങ്ങനത്തെ ഫുഡായിരിക്കും. ചില ആൾക്കാർക്ക് ഓവർ മസാല അല്ലെങ്കിൽ ഓവറായിട്ടുള്ള സ്പൈസി ഫുഡൊക്കെ ആയിരിക്കും. ചില ആൾക്കാർക്ക് ചെമ്മീൻ അലർജി ഉള്ള ഒരുപാട് മൈഗ്രെയിൻ പേഷ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ചില കൂട്ടുകറികൾ. ഇപ്പം നമ്മൾ ഉപ്പേരികളൊക്കെ വെക്കുന്ന സമയത്ത് കായ, പയർ, അതുപോലെ ചില കൂട്ടുകറികളൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിലും ചില ആൾക്കാർക്ക് അത് പറ്റില്ല. അങ്ങനെ നമുക്ക് മൈഗ്രെയിൻ വരും. അപ്പം നമ്മൾ മൈഗ്രെയിൻ ഈ മെഡിസിൻ കഴിക്കുന്നതിന് കൂടെ തന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അതിൻ്റെ ട്രിഗറിങ് ഫാക്ടേഴ്സ്. നമ്മൾ ഈ ട്രിഗറിങ് ഫാക്ടേഴ്സ് കൂടെ മാനേജ് ചെയ്താലാണ് നമുക്ക് മൈഗ്രെയിൻ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അതുപോലെ മൈഗ്രെയിൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ഛർദ്ദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ മൈഗ്രെയിൻ മാറും. ചില ആൾക്കാർക്ക് ഒന്ന് ഉറങ്ങി എണീച്ചാൽ മൈഗ്രെയിൻ മാറും. ചില ആൾക്കാർക്ക് എന്ത് ചെയ്താലും മൈഗ്രെയിൻ മാറില്ല. അതൊരു അത്രയും സ്ട്രോങ് ആയിട്ട് പെയിൻ ആയിട്ട് നിന്ന് നമ്മൾ അത്രയധികം ബുദ്ധിമുട്ടിക്കും. നമ്മളുടെ ഒരു ദിവസം തന്നെ കളയാനുള്ള കഴിവ് മൈഗ്രെയിൻ ഉണ്ട്. ഈ മൈഗ്രെയിൻ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അതായത് കൂടുതൽ മൈഗ്രെയിൻ കാണുന്നത് നമ്മുടെ തലയുടെ ഒരു ഭാഗത്തായിരിക്കും പെയിൻ ഉണ്ടാവുക. ആ പെയിൻ മെല്ലെ റേഡിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ തലയുടെ പിൻഭാഗത്തേക്കെല്ലാം ഒരു പൾസേറ്റിംഗ് ടൈപ്പ് പോലത്തെ പെയിൻ ആയിരിക്കും ഉണ്ടാകുക. അതുപോലെ ചില ആൾക്കാർക്ക് കണ്ണിന്റെ ചുറ്റും വേദന, അതുപോലെ നമ്മളുടെ കൺതടങ്ങളിലെല്ലാം ഒരു ശക്തിയായ വേദന അനുഭവിക്കാം. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മളുടെ കണ്ണ് കാഴ്ച മങ്ങുന്ന പോലെ തോന്നുക. ചില ആൾക്കാർക്ക് മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇങ്ങനെയായിരിക്കും. കണ്ണിന്റെ കാഴ്ച ഒന്ന് മങ്ങുന്ന പോലെ തോന്നിക്കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ പൈപ്പിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ കാണുന്ന പോലെയായിരിക്കും തുടങ്ങുക. ഇങ്ങനെ തുടങ്ങുന്ന മൈഗ്രെയിൻ ആണെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും ആ പെയിൻ നല്ല ശക്തിയായ പെയിനായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ മൈഗ്രെയിൻ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ മൈഗ്രെയിൻ എങ്ങനെ നിയന്ത്രിക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിലാദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ട്രിഗറിങ് ഫാക്ടേഴ്സിനെ മാനേജ് ചെയ്യുക എന്നതാണ്. അതായത് ഇപ്പോൾ നമ്മൾക്ക് ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ആ യാത്ര മാറ്റി വയ്ക്കാൻ പറ്റില്ല. ആ സമയത്ത് നമ്മൾ ഫുഡ് സ്കിപ്പ് ചെയ്യാതെ കറക്റ്റ് ടൈമിൽ തന്നെ ഫുഡ് കഴിക്കാൻ നോക്കാം. ഒന്നും നമ്മൾക്ക് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സോ ജ്യൂസോ എന്തെങ്കിലും നമ്മൾ കഴിച്ച് വയറ് കാലിയാക്കി ഇടാതിരിക്കാൻ വേണ്ടി നോക്കണം. അതൊന്നാമത്തെ കാര്യമാണ്. പിന്നെ നമ്മൾ രണ്ടാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഉറക്കം. ഉറക്കം നമ്മൾ കഴിയുന്നതും ഉറക്കം നമ്മൾ ആ ഒരു മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കണം. പിന്നെ നമ്മൾ മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് മൈഗ്രെയിനെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. ഈ നമ്മളുടെ ഇലക്കറികളെല്ലാം ധാരാളമായിട്ട് മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒമേഗ 3 അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത്
വളരെയധികം നല്ലതാണ്. ഒമേഗ 3 അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ചാള, അയില, ചൂര എല്ലാം കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ നമ്മൾ കഴിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കണം. 2 മുതൽ ഒരു 3 ലിറ്ററിൻ്റെ അടുത്തെങ്കിലും നമ്മൾ വെള്ളം കുടിക്കണം. കാരണം വെള്ളം കുടിക്കുക ഒരു പരിധി വരെ മൈഗ്രെയിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ വെള്ളം നമ്മൾ നിർബന്ധമായിട്ടും കുടിക്കണം. അതുപോലെ നമുക്ക് അയണിൻ്റെ കുറവുണ്ടോ അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടോ എന്ന് നോക്കണം. കാരണം അയണിൻ്റെ കുറവ് അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിലും നമ്മൾക്ക് മൈഗ്രെയിൻ വരാം. അതുകൊണ്ട് നിർബന്ധമായിട്ടും നമ്മൾ ഒന്നില്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിലൂടെ നമ്മൾക്കത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നോക്കാം. അതുപോലെ നമ്മൾ ടൈറ്റായിട്ട് മുടി കെട്ടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം ടൈറ്റ് ആക്കിയിട്ട് മുടി കെട്ടിക്കഴിഞ്ഞാൽ മൈഗ്രെയിൻ പേഷ്യൻസിന് പെട്ടെന്ന് തന്നെ മൈഗ്രെയിൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾക്ക് പറ്റാത്ത സ്മെല്ല്, പറ്റാത്ത ഫുഡ് ഏതാണോ അത് കണ്ടുപിടിച്ച് നമ്മൾ അവോയ്ഡ് ചെയ്യുക തന്നെ വേണം. അല്ലെങ്കിൽ നമുക്ക് മൈഗ്രെയിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയില്ല. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ നോക്കാതിരിക്കുക. ഇപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് മൈഗ്രെയിൻ വരും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ നോക്കാതെ കുറച്ച് നേരം ബ്രേക്ക് എടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അതുപോലെ ഇപ്പോൾ IT-യിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഈ മൈഗ്രെയിൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ കഴുത്തിൻ്റെ എക്സസൈസ് എടുക്കുന്നത് നല്ലതായിരിക്കും. അതായത് കഴുത്തിൻ്റെ മസിൽസ് റിലാക്സ് ചെയ്യുന്ന എക്സസൈസ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇതും നമ്മൾക്ക് മൈഗ്രെയിൻ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തെല്ലാം ഈ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് മൈഗ്രെയിൻ വരാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്തും ഈ പറഞ്ഞ പോലത്തെ സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മളെ ഈ മണം, രുചിയെല്ലാം അറിയാൻ വേണ്ടി സഹായിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഓവറായിട്ട് റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മൾക്ക് മൈഗ്രെയിൻ വരും. അതുകൊണ്ടാണ് ചില സ്മെല്ലൊന്നും നമ്മൾക്ക് പറ്റാത്തത്. അപ്പോൾ മൈഗ്രെയിൻ നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മൾക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ അതിൻ്റെ കൂടെ ഇത്രയും ട്രിഗറിങ് ഫാക്ടേഴ്സ് ഇത് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കൂടെ നമ്മൾ മാനേജ് ചെയ്യണം. ഇപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞിട്ട് വെയിൽ കൊണ്ടിട്ട് മൈഗ്രെയിൻ വരുന്ന ഒരാളാണെങ്കിൽ നിർബന്ധമായിട്ടും കുട എടുക്കണം. അതുപോലെ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്തും വിൻഡോ സീറ്റിൽ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. മൈഗ്രെയിൻ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഈ ട്രിഗറിങ് ഫാക്ടേഴ്സ് കൂടെ നോക്കി ഈ സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുത്ത് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ പെയിൻ നിങ്ങൾക്ക് ഒരു പരിധി വരെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നതാണ്.